ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ഇന്നാണ്. ആവേശകരമായ കുതിരകളി അല്പസമയത്തിനുള്ളിൽ അവിടെ ആരംഭിക്കും. വിവിധ ദേശങ്ങളിൽ നിന്നായി 16 കുതിരകളാണ് പൂരത്തിനായി എത്തുക. ഇക്ബാൽ അറയ്ക്കൽ നൽകും തത്സമയ വിവരങ്ങൾ. ഇക്ബാൽ, പൂരപ്പറമ്പിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചിനക്കത്തൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആവേശമാണ് ആ നാട്ടുകാർക്കൊക്കെ. എല്ലാവരും ഇങ്ങനെ ഒഴുകിയെത്തും. പ്രത്യേകിച്ച് വെടിക്കെട്ട് കാണാനും ഒക്കെ വലിയ ആരാധകരുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട് അത്തരം ഒരുപാട് കാഴ്ചകൾ. ഈ കുതിരകളാണ് ചിനക്കത്തൂരിന്റെ പ്രത്യേകത അല്ലേ? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? രോഷ്നി, പാലക്കാടിൻ്റെ എല്ലാ വഴികളും ചിനക്കത്തൂരിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള ജനത്തിരക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും കിഴക്കും പടിഞ്ഞാറ് ദേശങ്ങളിൽ നിന്നായുള്ള കുതിരകൾ ഇപ്പോൾ ഈ ചിനക്കത്തൂർ കാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുതിരകളെല്ലാം നിരന്നി നിൽക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ ചിനക്കത്തൂരിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ കുതിരക്കളി അരങ്ങേറും. വളവനാട്ടുകാരുടെ പ്രത്യേകിച്ചും പാലക്കാട്ടുകാരുടെ വലിയ ഒരു ആവേശമുള്ള ഒരു പൂരമാണ് ഈ ചിനക്കത്തൂർ പൂരം എന്ന് പറയുന്നത്. ഈ ചിനക്കത്തൂർ പൂരത്തിൽ ഇല്ലാത്ത ഒരു കാഴ്ചകളുമില്ല. കാരണം കുതിരകളി മുതൽ അതിനുശേഷം തേര്, അതിനുശേഷം തട്ടുമേൽ കൂത്തും ഗജവീരന്മാരും അതിനുശേഷം പിന്നീട് വെടിക്കെട്ടും തുടങ്ങി വലിയ രീതിയിൽ ഒരു പൂരപ്രേമിക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഈ ചിനക്കത്തൂർ പൂരത്തിന് വന്നാൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഓരോ ദേശങ്ങളിൽ നിന്നായി ഈ കുതിരകൾ ഈ ചിനക്കത്തൂർ കാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഇനി ഈ കിഴക്ക് ദേശത്ത് നിന്ന് 8 കുതിരകളും അതുപോലെ തന്നെ പടിഞ്ഞാറ് ദേശത്ത് നിന്ന് 8 കുതിരകളും ഉൾപ്പെടെ 16 കുതിരകൾ ഇനി അല്പസമയത്തിനകം തന്നെ ഈ ചിനക്കത്തൂർ കാവിൻ്റെ ഈ മൈതാനത്ത് ഇവിടെ അണിനിരക്കും. അതിനുശേഷമാണ് ചിനക്കത്തൂരിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ കുതിരക്കളി ഇവിടെ അരങ്ങേറുക. അതിനുശേഷമാണ് തേര് വരും. ആ തേരിന് ശേഷം പിന്നീട് തട്ടുമേൽ കൂത്ത് വരും. ഇപ്പോൾ നമുക്ക് ആവേശം കാണാം. ഓരോ ദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കുതിരകൾ വരുമ്പോൾ ആവേശമുണ്ട്. ഇനി ആ ആവേശം പിന്നീട് ഈ കുതിരക്കളി ആരംഭിക്കുന്ന സമയത്ത് അത് 10 മടങ്ങായി വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയായിരിക്കും പിന്നീട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ ഇവിടെ ഈ കുതിരകൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ എന്താണ്? എവിടുന്ന? തെക്കുമംഗലം. ഈ ആവേശത്തിലാണല്ലേ? വലിയ ആവേശത്തിലാണ്. തെക്കുമംഗലം ദേശം. എത്ര പെട്ടെന്ന് തുടങ്ങും കുതിരക്കളി? പെട്ടെന്ന് തുടങ്ങും. റോഷ്നി, അതായത് സാധാരണഗതിയിൽ വലിയ ചൂടാണ് ഉണ്ടാവുക. ഈ കുംഭമാസത്തിന്റെ ചൂടമെല്ലാം ഉണ്ടാവും. പക്ഷേ ഇത്തവണ ഒരു മഴക്കോളുണ്ട്, ചെറിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. സാധിക്കും അയ്യോ എന്ന രീതിയിൽ അവരുടെ ഒരു ആവേശം തീർക്കുന്നത് ഇങ്ങനെയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ചിനക്കത്തൂർ പൂരത്തിന്റെ ഏറ്റവും ആവേശകരമായിട്ടുള്ള കുതിരക്കളി ചിനക്കത്തൂരിൽ അരങ്ങേറും. അതിനുശേഷമാണ് പിന്നീട് ഈ തേര് വരുന്നത്. അതിനുശേഷം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണ കൂട്ടെഴുന്നള്ളിപ്പുണ്ട് എന്നുള്ളതാണ്. കിഴക്ക് ദേശത്തിനെയും പടിഞ്ഞാറ് ദേശത്തിൽ നിന്നുമായി 27 ഗജവീരന്മാരാണ് ഇത്തവണ വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഈ ഗജവീരന്മാർ ഉൾപ്പെടെ ഈ ചിനക്കത്തൂർ കാവിന്റെ ഈ മൈതാനത്തിലേക്ക് എത്തും. അതിനുശേഷം പിന്നീട് കുടമാറ്റം ഉണ്ടാവും. അതിനുശേഷം പിന്നീട് വെടിക്കെട്ടുണ്ടാവും. ഇത്തവണ ഹൈക്കോടതി നിന്നെല്ലാം പോയാണ് ഇപ്പോൾ ചിനക്കത്തൂർ കാവിന്റെ ഈ ഭാരവാഹികൾ വെടിക്കെട്ടിന് അനുമതി വാങ്ങിയത്. ഏതായാലും വലിയ രീതിയിൽ വർണ്ണാഭമായിട്ടുള്ള ഒരു വെടിക്കെട്ടുണ്ടാവും. അതോടുകൂടിയാണ് പിന്നീട് പകൽപൂരത്തിന് അവസാനമാവുക. മാത്രം പകൽപൂരത്തോടു കൂടി ചിനക്കത്തൂർ പൂരം കഴിയുന്നില്ല. പിന്നീട് രാത്രി പൂരമുണ്ട്. രാത്രിയും ഇതെല്ലാം തുടരുന്നൊരു കാഴ്ച കൂടി കാണും. ഏതായാലും ചിനക്കത്തൂർ പൂരത്തിന്റെ പകൽപൂരത്തിന് ആവേശം വലിയ ആവേശത്തിലാണ് ചിനക്കത്തൂർക്കാരുള്ളത്, ഒറ്റപ്പാലത്തുകാരുള്ളത്, വളവനാട്ടുകാരുള്ളത്, പാലക്കാട്ടുകാരുള്ളത്. ഏതായാലും ചിനക്കത്തൂർ പൂരം പൊടി പാറിപ്പിച്ചു. ഒരുപാട് കൊല്ലത്തിന് ശേഷം ചിനക്കത്തൂർ പൂരം ഒരുപാട് പൊടി പാറി. സാധാരണ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ ചൂട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്തവണ ഈ പൂരം ഒന്ന് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇവിടേക്ക് എത്തുന്ന പൂരപ്രേമികളെ ആശ്വസിക്കുന്ന രീതിയിൽ ഒരു തണുപ്പുണ്ട്, ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട്. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പൂരം വലിയ രീതിയിൽ കളറാക്കാനുള്ള, ആവേശകരമാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ തുടക്കം മുതലേ പറഞ്ഞിരുന്നു പാലക്കാടിന്റെ എല്ലാ വഴികളും ചിനക്കത്തൂരിലേക്ക് തുറന്നിരിക്കുന്നു എന്ന്. ആ ഒരു ആവേശമാണ് ഇപ്പോൾ ചിനക്കത്തൂരിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രോഷ്നി, ഒരു ദൃശ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മേഖലയിലുള്ള എല്ലാ കുതിരകളും ഇവിടെ അണിനിരന്നിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറുദേശത്തിലെ കുതിരകൾ അണിനിരന്നിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ ചിനക്കത്തൂരിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഈ പകൽപൂരത്തിന്റെ ആവേശകരമായിട്ടുള്ള ഈ കുതിരക്കളി അരങ്ങേറും. ഏതായാലും രോഷ്നി, ഇനി കുതിരക്കളി തുടങ്ങാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ചിനക്കത്തൂരിലേക്ക് എത്തിയിട്ടുള്ള ഈ പൂരപ്രേമികളുള്ളത്. അതിനുശേഷമായിരിക്കും ഈ പകൽപൂരത്തിന്റെ മറ്റെല്ലാ ചടങ്ങുകളും ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുതിരക്കളിക്ക് ശേഷം വരാൻ പോകുന്നത് തേരാണ്. തേര് തൊട്ടപ്പുറത്ത് തന്നെ എത്തി നിൽക്കുന്നു. ആ തേരിന് ശേഷം പിന്നീട് തട്ടുമേൽ കൂത്ത് വരും. അതിനുശേഷമാണ് പിന്നീട് ഗജവീരന്മാർ വരിക. അതിനെല്ലാം ശേഷം പിന്നീട് വെടിക്കെട്ടോടുകൂടിയാണ് ഈ പകൽപൂരം അവസാനിക്കുക. ഏതായാലും ഇപ്പോൾ കുതിരക്കളിക്കുള്ള ആരംഭമായി
സജീവമായിരിക്കുന്നു. കുതിരക്കളി തുടങ്ങാൻ വേണ്ടി പോകുന്നു. ആദ്യം പല്ലാർമംഗലം ദേശത്തെ കൊച്ചി രാജാവിന്റെ കുതിര എഴുന്നള്ളും. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുതിരക്കളി ആരംഭിച്ചിരിക്കുന്നു. രോഷ്നി, ശരി ഇക്ബാൽ, എന്തായാലും ചിരക്കത്തൂർ പൂരത്തിന്റെ ചൂടും അന്തരീക്ഷത്തിലെ ചൂടും കൂടുക തന്നെയാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് നമുക്ക് പക്ഷേ പിടിച്ചു നിർത്തണം, കുറയ്ക്കണം, ഒന്ന് തണുപ്പിക്കുകയൊക്കെ വേണം.